നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹൈദരാബാദി സ്റ്റൈലിൽ ഒരു മട്ടൺ ബിരിയാണി ആക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാൻ ഇവിടെ 1 കിലോ മട്ടൺ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ലെമൺ ജ്യൂസും പരക്കിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. 1 കിലോ ബസ്മതി അരി ഞാൻ അരമണിക്കൂർ കുതിർത്തിട്ട് ഇപ്പോൾ ഊറ്റിയിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു 4 സവാള വേണം നമുക്ക്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് വേണം. ഒരു 2 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് സവാള നമ്മൾ വറുത്തെടുക്കുക ചെയ്യുന്നത്, അതിനാവശ്യമായിട്ടുള്ള ഓയിൽ വേണം. പിന്നെ ഗരം മസാല പൊടിച്ചതാണത്, ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതാണ്, ഒരു 2 ടേബിൾ സ്പൂൺ വേണം. അതിന് പുറമെ 2 ബേ ലീഫ്, ഒരു 2-3 കഷ്ണം പട്ട, കുറച്ച് കറയാമ്പൂ, ഒരു 5-6 കറയാമ്പൂ, ഒരു 5 ഏലക്കായി, പിന്നെ ഒരു 5-8 പച്ചമുളക് വേണം. ഒരു 8 ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണം എടുത്തോ, വലുതാണ് ഒരു 5 എണ്ണം മതി. എൻ്റെ അടുത്ത് ചെറുതാണ്, അതുകൊണ്ട് ഒരു 8 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ 1 കപ്പ് പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും, ഒരു പകുതി ലെമൺ ജ്യൂസ് പിന്നെയും വേണം. ഞാൻ ഇതിൽ പെരക്കി വെച്ചിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ചോറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി വേണം. പിന്നെ ഒരു 2 കപ്പ് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്, നല്ല കട്ട തൈര്, നല്ല ഒരാവശ്യത്തിന് പുളിയുള്ള 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനം. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇട്ടിട്ട് ആദ്യം ഇതൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ സവാള ആവുന്ന സമയം തന്നെ ഞാനിവിടെ ചോറ് ഒഴിക്കേണ്ട വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കുറച്ചധികം നിൽക്കണം ഉപ്പ്. അതിന് വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയും കൂടി ഇട്ടിട്ട് ഒരു പകുതി വേവാകുമ്പോൾ നമുക്കിത് 3/4 വേവിന് ഉള്ളിൽ നമുക്കിത് കോരിയെടുക്കണം. അപ്പോൾ നമ്മൾ ചോറിവിടെ കറക്റ്റ് പാകത്തിനൊരു 3/4 വേവിന് അടുപ്പിച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവാള ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഞാനിവിടെ ഉള്ളി വറുത്തെടുത്ത അതേ എണ്ണ തന്നെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടില്ല സ്പൈസസ്, അതിട്ട് കൊടുക്കാം. ബേ ലീഫും അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ ഇത്. അപ്പോൾ ഇതുള്ള സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമ്മളെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റിൻ്റെ ആ പച്ച മണമെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു പച്ചമണം കൂടി ഒന്ന് പോകാം. നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച മട്ടൺ ഇട്ട് കൊടുക്കാം. മട്ടൺ ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പെരക്കി വെച്ചതാണല്ലോ മട്ടൻ, എന്നാലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ മുളക് പൊടി, നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും രണ്ടും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കിത് ഒരു 2 വിസിൽ വരുന്നവരെ കുക്കറൊന്ന് ഇതൊന്ന് നന്നായിട്ട് മുളക് പൊടീൻ്റെ ആ പച്ചമണം ഉണ്ടല്ലോ, ആ ഒരു പച്ചക്കുത്ത് അതൊന്ന് പോകുന്നവരെ ഒന്ന് എണ്ണയിലൊന്ന് ഇതിൽ വഴറ്റി കൊടുക്കണം. അതിന് ശേഷം നമുക്കൊരു 2 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 2-3 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി നമ്മളെടുത്ത് വെച്ച തൈരില്ലേ അത് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടില്ലേ, സവാള വഴറ്റി വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കൊരു 2 വിസിൽ വരാൻ വേണ്ടി കുക്കറൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ മട്ടനിടെ ഞാൻ കുക്കർ തുറന്നിട്ട് ഞാൻ ആദ്യം ഒന്നും കൂടി വെള്ളം വറ്റുന്നിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഈ സവാള ലാസ്റ്റ് ഇടേണ്ടതിനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സവാളയും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടി മല്ലിയിലും പുതിനയിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക്, കുറച്ചും കൂടി വലിയൊരു പാത്രത്തിലേക്ക് ആക്കണം. ദമ്മ് ഇടേണ്ട ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഈ മസാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറൊന്ന് തട്ടിക്കൊടുക്കാം.
അപ്പോൾ ഞാൻ എല്ലാ ചോറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെടുത്ത് വെച്ച നെയ്യ് ഒരു 3 ടേബിൾ സ്പൂൺ വറ്റില്ല. അതിൽ ഒന്ന് ഞാൻ നേരത്തെ ഇട്ടിനായിരുന്നു, ബാക്കി 2 ടേബിൾ സ്പൂണും കൂടി ഇതായി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഗരം മസാല കുറച്ച് ബാക്കി വെച്ചിട്ടില്ലേ, ആ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ സവാള, പിന്നെ മല്ലിയും പുതിനയും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്യാം. ദം ചെയ്യാനല്ല, ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ചൊരു 3/4 വേവിലാന്ന് ചോറ് എടുത്തിട്ടുള്ളത്. ഇനി അടിയിലുള്ള മസാലയിൽ കിടന്നിട്ട് വേണം ഈ ചോറ് ബാക്കിയൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണിയുടെ ഹൈദരാബാദി ബിരിയാണിയുടെ റെഡി ആയിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഹൈദരാബാദി മട്ടൻ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഇത്. കാരണം നമ്മളിതിൽ കൂടുതൽ വഴറ്റലും പിടിക്കലൊന്നുമില്ല. നമ്മളെ സാധാരണ ബിരിയാണി പോലെ വഴറ്റിയെടുക്കുന്ന ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.